ഹലോ. അപ്പം ഞാനിപ്പോൾ ഓഫീസിലാണ് കേട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് മോഡൂസ് വരുന്നുണ്ട്. അപ്പോൾ ഓൾ ഓൾറെഡി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റായിട്ടില്ല, കറക്റ്റ് ടൈമാണ്. ഞാൻ നേരത്തെ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഓൾ ഓൾറെഡി എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ ഇതേ ഇന്ന് സാറ് തന്നതാണ് കേട്ടോ. സാറ് ഇവിടെ വെച്ചതായിരുന്നു. പിങ്ക് വുമൺ ആണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തന്നതാണ്. സ്പ്രേ ആണ്. സ്പ്രേ കുറേ ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ സ്മെല്ല് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. സോ ഞാൻ ഇതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങിയിട്ട് ബസ് വരാനൊരു 5-10 മിനിറ്റ് ബസ് വരാൻ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അത് വാങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇന്ന് ഞാനൊക്കെ പഠിച്ച LP UP സ്കൂളിലെ വാർഷികമാണ്. അപ്പോൾ അതിനും വേണം പോവാൻ. അപ്പോൾ അതൊക്കെ കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഓടി വന്നതും. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇറങ്ങാം കേട്ടോ. ഓഫീസിൽ നിന്ന് ഇറങ്ങട്ടെ. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇനി ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ. അപ്പോൾ അരീക്കോട് ഞാൻ എൻ്റെ ഫ്രണ്ട് അഞ്ജനേനെ, അവളെ കസിനെ കണ്ടിട്ട് കുറേ ആയി കണ്ടിട്ട്. അപ്പോൾ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ വീട്ടിലെത്തി, സാധനമൊക്കെ വാങ്ങി, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ഗൈസ്, എൻ്റെ നാത്തൂനെത്തി ഗൈസ്. നമസ്കാരം. അപ്പോൾ പ്രോഗ്രാമിന് പോകാനുള്ളതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാനായിട്ട്, ചായ കുടിക്കുമ്പോൾ തന്നെ ചോറും കൂടെ കഴിക്കേണ്ട. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി കേട്ടോ. അത് കഴിഞ്ഞു ഓക്കിൻ്റെ ഒരു ഡ്രസ്സ് ഇടാൻ കൊടുത്തു. കറക്റ്റ് ഫിറ്റായിരുന്നു, ഒന്നും ചെയ്യാനില്ല. എനിക്കത് ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ അതിട്ടപ്പോഴാണ് അതിൻ്റെ കോലം കാണുന്നത്. ആകെ ചുളിഞ്ഞാകെ ഇരപ്പായി കിടക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ വെച്ചാണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും സ്നേഹമുള്ള നാത്തിനെ വേറെ എവിടെ കിട്ടുമോക്ക്? അതിൻ്റെ നന്ദിയൊക്കെ ഓക്ക് കാലം ഉണ്ടായാൽ മതിയെന്നു. ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ എന്നുള്ള ഓർമ്മ ഒക്കെ ഉണ്ടാവട്ടെ. കറക്റ്റാ? പിന്നെ ഞങ്ങൾ നേരത്തെ പോവാണ് കേട്ടോ. പ്രോഗ്രാമിന് പോകണം. അടുത്ത് തന്നെയാണ് സ്കൂൾ, നടക്കാനേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ സ്ഥലത്ത് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞങ്ങളുള്ളവരെല്ലാവരും കൂടെ അങ്ങ് പോവുകയാണേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്, പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്കെപ്പോഴും ഇഷ്ടം എന്ന് പറയുന്നത് ഈ LP UP അല്ല UP ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത്, അതായത് എപ്പോഴും ഓർക്കാനും ഒക്കെ ഇഷ്ടമുള്ളത് UP സ്കൂളാണ്. അതായത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഒന്നും എനിക്കിങ്ങനെ ഒരു ഫീലില്ല കേട്ടോ. ഇതിനോടൊരു അത്രയ്ക്കൊരു ഫീലില്ല. പക്ഷേ UP സ്കൂളിലേക്ക് ഭയങ്കര ഇതാണ്, പ്രിയമാണ് കേട്ടോ. ടീച്ചേഴ്സ് ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ആടിക്കളിക്കുമ്പോഴേ അമ്മ വാർമുടി എത്തുമ്പോഴേ അമ്മ ചോടുന്നു വെക്കുമ്പോഴേ താളം പിടിക്കണട്ട അമ്മ പൊന്മലങ്കാലിനാലേ കാവുകളിയണട്ട. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. അപ്പോൾ ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉദ്ഘാടന പ്രസംഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം നേരം നീണ്ടു നിന്നിട്ടുണ്ട്. ഓരോരുത്തർ പ്രസംഗിക്കുമ്പോഴും സ്കൂളിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുമല്ലോ. അപ്പോൾ കുറച്ചേരെ ചടച്ചു, എന്നിരുന്നാലും നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ ഹെഡ് മാഷും പിന്നെ ഞങ്ങളുടെ PT മാഷുമാണ് റിട്ടയർഡ് ആവുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹെഡ് മാഷ് വന്നിട്ടുണ്ട്. അതെനിക്ക് പരിചയമില്ലാത്ത സാറാണ്. ഞാൻ വന്നതിന് ശേഷമുള്ളതാണ്. PT മാഷ് എനിക്കറിയാം, പക്ഷേ PT മാഷ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ബെന്നി സാർ വന്നിട്ടില്ല. എന്തോ പ്രോബ്ലം ഉണ്ടായിട്ട് പെട്ടെന്ന് എന്തോ സാഹചര്യം മോശമായപ്പോൾ വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ സാറെ കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് എല്ലാ വാർഷികത്തിനും ഞാൻ പോവാറുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ അറിയുന്നൊരു മാഷി PT മാഷ് മാത്രമേ, ബെന്നി സാറ് മാത്രമേ ഉണ്ടാവലുള്ളൂ. ബെന്നി സാറോട് എവിടെ വെച്ച് കാണുകയാണെങ്കിലും സംസാരിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഡേ മാഷെ കാണാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പോൾ അതൊക്കെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഡാൻസ് പരിപാടി തുടങ്ങി കേട്ടോ. പിന്നെ ഒരു അടിപൊളി ഒപ്പന ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒപ്പനയിൽ എടുത്ത് പറയേണ്ടത് മണവാട്ടിനെയാണ്. മണവാട്ടി നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഒപ്പനയ്ക്ക് ഇരിക്കുന്നത്. നമ്മുടെ പണ്ടത്തെ ആൾക്കാരെ പോലെ ഒന്നുമല്ല, നാണമില്ല ഒന്നുമില്ല, ഫുൾ എൻജോയ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ മണവാട്ടിക്ക് താല്പര്യമുള്ള കല്യാണം തന്നെയാണ്, നിർബന്ധിച്ചൊന്നല്ല കേട്ടോ കല്യാണം കഴിപ്പിക്കുന്നത്. ഈ ഒരു എൻജോയ്മെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒപ്പനയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോരുകയാണ്. അപ്പോൾ അതിനിടയിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മന്തിയാണ് കേട്ടോ സ്കൂളിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചു വന്നതായതുകൊണ്ട് ഞാനും മോളൂസൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതാണ് സ്കൂള്. ഭയങ്കര മാറ്റമുണ്ട്. നല്ല രീതിയിലൊന്നും അങ്ങനെ ഒരു വീഡിയോ കിട്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കാണുന്ന രീതിയിൽ അങ്ങ് എടുത്തിട്ടുണ്ട്, ഒപ്പിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇവിടുന്ന് നേരെ ഇറങ്ങുകയാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ളത് 7ാം ക്ലാസ്സാണ്. പിന്നെ ഇതൊക്കെ 6ാം ക്ലാസ്സിൻ്റെ സെക്ഷനാണ്. പിന്നെ താഴെ വരുന്നത് 5ാം ക്ലാസ്സാണ് കേട്ടോ. ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതൊരു ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നേ. ഇപ്പോൾ ഇതാ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ഇത് ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഇതിന് മുന്നിലായിട്ട് നല്ല വലിയൊരു ചീനിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല തണലായിരുന്നു എപ്പോഴും മുറ്റത്ത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറ്റി വാർപ്പാക്കി ചീനിയൊക്കെ മുറിച്ചിട്ടുണ്ട്. പിന്നെ പോരുമ്പോൾ ഞങ്ങൾ മിഠായി വാങ്ങാൻ വേണ്ടി കയറി. മിഠായിയോ ടിലോ വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ടിലോ ആണ് വാങ്ങിയത്. അതൊക്കെ വാങ്ങി അമ്മ എല്ലാവരും ഇവിടെ കാത്തിക്കുന്നുണ്ട്. അങ്ങനെ ആടിപ്പാടി വർത്താനം പറഞ്ഞ് എല്ലാവരുമായിട്ട് കൂട്ടം കൂടി നടന്ന് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ വീണ്ടും ചോറിനാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 4 കൂടെ വീണ്ടും ചോറിനായിരുന്നു കേട്ടോ. ഇതൊക്കെ എങ്ങട്ടാ സസ്നിയെ പോണേ? പോകുമ്പോൾ ഒരു പ്ലേറ്റ് ചോറ്, അവിടുന്ന് ഒരു കവർ കടല, പോരാത്തതിന് വെള്ളം, പോരുമ്പോൾ ഒരു ടിലോ, പിന്നെ വന്നിട്ട് ഒരു പ്ലേറ്റ് ചോറ്. ആ ചോറ് തിന്നിട്ട് 2 മിനിറ്റ് തികച്ചായിണോന്ന് സംശയ. അതിനിടയ്ക്ക് ഓറഞ്ച്. ഇതൊക്കെ എവിടെ പോണ്? ഓ, നിന്റെ ഫുഡ് ബേബിനെ ഞാൻ കണ്ടില്ല. തിന്നു മുടിപ്പിക്കാനായിട്ടുണ്ടായ ഒരു സാധനം വേണം. ഞങ്ങൾ സംസാരം കേട്ടിട്ട് നാത്തും പോരാന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്. സ്നേഹം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ടോക്ക് കയറി വരല്. പിന്നെ അവിടെ അടുത്തൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിനെല്ലാവരും കൂടെ ഡാൻസ് കളിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓളൊന്ന് കളിച്ച് കാണിച്ചു തരികയാണേ. കുറേയൊക്കെ മറന്നിട്ടുണ്ട്, തപ്പിപ്പിടിച്ച് കളിച്ച് തരുന്നുണ്ട്. ഓള് പിന്നെ ഒരാൾ ഡാൻസർ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എക്സ്പ്രഷൻ അങ്ങ് വാരി വിതറുന്നുണ്ട് ഗായ്സ്. അപ്പം എൻ്റെ വ്യൂവേഴ്സിന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവൾ ഈ കളിക്കുന്ന ഡാൻസ് ഏത് പാട്ടിനാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കിടന്നിറങ്ങാൻ പോട്ടെ. അപ്പോൾ ബായ്.